ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേർഡ് പ്രോസസ്സിൻ്റെ മലയാളത്തിലെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. സെക്കൻഡ് പേപ്പർ കേട്ടോ, മലയാളം സെക്കൻഡ് പേപ്പർ. അപ്പോൾ മലയാളം സെക്കൻഡ് പേപ്പർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പെട്ടെന്ന് നമുക്ക് പാസ്സാവാനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റാണ് നമ്മുടെ പേപ്പർ വരുന്നത്. 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 20 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റ് തരും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പേജ് ബോർഡർ ആണ് ചെയ്യേണ്ടത്. പേജ് ബോർഡർ മീൻസ് എന്താണ്? ഈ ഭാഗത്ത് അല്ലേ, ഹോം മെനുവിലാണ്. ഒന്നും കൂടി പറയുകയാണ്, ഒന്നും കിട്ടാത്തവർക്കായിട്ടുള്ള ക്ലാസ് ആണ്. ഹോം മെനു എടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യണം? ഹോം മെനുവിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്യാം. എന്താണ്? ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യാം. പേജ് ബോർഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? സ്റ്റൈല് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും ഇതേ സ്റ്റൈലാണോ നോക്കുക കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് സ്റ്റൈലെന്ന് വെച്ചാൽ ആ സ്റ്റൈൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു? ഈ പേജ് ബോർഡർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സൂം ആക്കിയിട്ട് ഇട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഓഫീസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ്റിന് നേരെ കേട്ടോ, പ്രിൻറ്റിന് നേരെ തന്നെ പ്രിൻറ്റ് പ്രിവ്യൂ ഉണ്ട്. പ്രിൻറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കാണാവുന്നതാണ് കേട്ടോ. ഇതേപോലെ എന്താണ്, പേജ് ബോർഡർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂമിൽ ഇടുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ കേട്ടോ, ഇതേപോലെ. അപ്പോൾ പ്രിൻറ്റ് പ്രിവ്യൂ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് പ്രിൻറ്റ് പ്രിവ്യൂ ചെയ്യാം. എങ്ങനെയാണ് പേജ് ബോർഡ് എടുക്കുന്നത് മനസ്സിലായല്ലോ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. എന്താണ്? ഹോം എടുത്തതിന് ശേഷം, ഹോം ടാബ് എടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം? ഇവിടെ ഈ ഭാഗത്തായിട്ട് എന്ത് കൊടുക്കണം? ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഉണ്ടാവും. അതെടുത്തിട്ട് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ലാസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പേജ് ബോർഡർ ആണ് നമുക്ക് വേണ്ടത്. ബോർഡേഴ്സ് അല്ല, പേജ് ബോർഡർ ആണ് വേണ്ടത്. നെക്സ്റ്റ് അതിന് ശേഷം ബോക്സ് ക്ലിക്ക് ചെയ്യുക. ബോക്സിൽ ഏത് സ്റ്റൈലാണോ എന്ന് നോക്കുക. ഏത് സ്റ്റൈലാണോ നോക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു? ഓക്കെ കൊടുത്തു. ഇപ്പോൾ എന്ത് വന്നു? ആ പേജ് ബോർഡർ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഏറ്റവും തൊട്ടടിയിലായിട്ട് സ്റ്റാറ്റസ് ബാർ അല്ല, ഒരു കണ്ടോ സ്ക്രോൾ ബാർ കണ്ടോ? സ്റ്റാറ്റസ് ബാറിന് മുകളിലായിട്ട് സ്ക്രോൾ ബാർ ഉണ്ട്. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ഇവിടെ നമ്മുടെ ഈ പേജ് ബോർഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് കൊടുക്കണം? പേജ് ബോർഡർ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ? പേജ് ബോർഡറിന് മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടറുടെ കാര്യാലയം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. മിനിമൈസ് ചെയ്തിട്ട് ISM ഇൻസ്ക്രിപ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാണ്, ഇൻസ്ക്രിപ്റ്റ് ആണെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഇൻസ്ക്രിപ്റ്റ് ആണ് പഠിച്ചതെന്ന് പറയണം. ഓക്കെ, ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ടൈപ്പ് റൈറ്റർ ആണെന്ന് പറയണം. എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഇൻസ്ക്രിപ്റ്റ് ആണ് പഠിച്ചതെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് ടിക്ക് ചെയ്യുക. കീബോർഡിൽ ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ടൈപ്പ് റൈറ്റർ ടിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം മിനിമൈസ് ചെയ്യുക. നെക്സ്റ്റ് വേർഡിലേക്ക് വരിക. ഞാനിപ്പോൾ ഇവിടെ ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടറുടെ കാര്യാലയം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മലയാളം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞു തരാത്തത്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഫിസിക്കൽ പ്ലാന്റ് അല്ലേ. ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടറുടെ ഇങ്ങനെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുക കേട്ടോ. പറഞ്ഞ് ടൈപ്പ് ചെയ്യുക കാര്യാലയം. ഓക്കെ, നെക്സ്റ്റ് എന്ത് കൊടുക്കണം? എൻട്രി ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? KAU അല്ലേ. KA.U. ഡോട്ടൊക്കെ നമുക്ക് വേണം. ഡോട്ട് ഉണ്ടെങ്കിൽ ഡോട്ടൊക്കെ നമുക്ക് ചെയ്യണം. ഒന്നും വിടാൻ പാടില്ല. ബ്രാക്കറ്റ് ഓപ്പൺ കൊടുക്കുക. PO എന്താണ്? PO ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് 680 656. അപ്പോൾ റൈറ്റിൽ ഒരു നമ്പർ ലോക്കൊക്കെ കാണുമല്ലോ, ആ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മുടെ കീബോർഡിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു 1 2 3 നേരെ എഴുതിയിട്ടുണ്ടാവും. റോ പോലെ എഴുതിയിട്ടുണ്ടാവും അല്ലേ നമ്പർ. പക്ഷെ അതെടുക്കണ്ട, നമുക്ക് റൈറ്റിൽ നമ്മൾ ചെയ്യാൻ നോക്കാം. റൈറ്റിൽ നമ്പർ ലോക്കുള്ള സ്ഥലത്ത് നമ്പർ ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റൈറ്റ് സൈഡ് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഇനി എന്ത് കൊടുക്കണം? ഫോൺ 0487 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഈ രണ്ടെണ്ണം ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? ഈ ഒരു രണ്ടെണ്ണം ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് മീൻസ് വെബ്സൈറ്റ് ആണ് വരുന്നത്. വെബ്സൈറ്റ് നമുക്ക് അവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാം. ലഘു ദർഗാസ് പരസ്യ നമ്പർ എന്നാണ്. അപ്പോൾ നമ്മൾ ലഘു ദർഗാസ് പരസ്യം പറഞ്ഞ് ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്പർ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ സെമിക്കോളം കൊടുക്കുക. അതറിയാലോ, ക്യാപ്സിലൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം സെമിക്കോളം കൊടുക്കുക. /2011-2012 എന്നിരിക്കും. ഇവിടെ ക്യാപ്സിലൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. സ്ലാഷ് കൊടുക്കുക. നെക്സ്റ്റ് 2011 സ്ലാഷിലെ ഹൈഫൺ എന്ത് ചെയ്യണം? -2012 സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കുക? ഇവിടെ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ഇതിൻ്റെ തൊട്ടടിയിൽ വരുന്നത്. പാരഗ്രാഫ്. ഓക്കെ, ഈ പാരഗ്രാഫ് അടിയിൽ വന്നതിന് ശേഷം പാരഗ്രാഫ് അടിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടുത്തത് പാരഗ്രാഫാണ്. നെക്സ്റ്റ് പാരഗ്രാഫാണ് കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് വേഗം ടൈപ്പ് ചെയ്യാം. ഓക്കെ, കുറേ നേരം നമ്മൾ നിൽക്കാൻ പാടില്ല. നമുക്ക് ടൈം കുറച്ച് നേരമുള്ളൂ. കലാശാല വൈസ് ചാൻസലർ ഇങ്ങനെ പറഞ്ഞ് അടിക്കണം കേട്ടോ. ചാൻസലർക്കു വേണ്ടി ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും പേരെഴുതി മുദ്രവച്ച ദർഗാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഈ പാരഗ്രാഫിൻ്റെ ഈ ഭാഗത്തായിട്ട്, ഈ ലൈനിൻ്റെ ഈ ഒരു ഗ്യാപ്പിലായിട്ട് ഇംഗ്ലീഷ് വരുന്നു വിചാരിക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചോളൂ. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം. എന്നാലും ഞാൻ ഗ്യാപ്പ് ഇട്ട് വെച്ചു എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 6 കോളംസ് ആയിട്ട് ടേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. 6 കോളംസും 4 റോയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻസെർട്ട് മെനു ആണ് എടുക്കുന്നത്. ഇൻസെർട്ട് മെനുവിൽ നിന്ന് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് 1 2 3 4 5 6 അല്ലെങ്കിൽ 7 എടുത്തോളൂ. ഒരെണ്ണം കൂടിയും കൂട്ടിയെടുത്തോളൂ, പ്രശ്നമില്ല. ഇനി അടുത്തത് ക്രമനമ്പർ. ക്രമനമ്പർ. ഇവിടെ ക്രമനമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത സെല്ലിലേക്ക് ഇവിടെ പോകണമെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ടാബ് കീ പ്രസ് ചെയ്യുക കേട്ടോ. ടാബ് കീ. അപ്പോൾ ക്രമനമ്പറിൻ്റെ അടുത്തൊരു ടാബാണ് പ്രസ് ചെയ്യേണ്ടത്. വേറെ ഒന്നല്ല, പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ്. പ്രവൃത്തിയുടെ പേര്. ഏകദേശം അടങ്കൽ തുക രൂപ അല്ലെ? ഏകദേശം അടങ്കൽ തുക രൂപ. നെക്സ്റ്റ് നിരതദ്രവ്യം. ഓക്കെ, അടുത്ത ടാബ് അടിച്ചു. കാലാവധി. നെക്സ്റ്റ് ദർഗാസ് വില ആൻഡ് പ്ലസ് 4% ഉണ്ട്. പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം വിൽപ്പന. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിടുക. വിൽപ്പന. നികുതി പ്ലസ് സെസ് രൂപ. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഒരു കോളം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ കോളം എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ടേബിളിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത് അല്ലേ? പുറത്തല്ല, ഈ ഒരു റോയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇത്രയും റോ മാത്രം ക്ലിയർ ആക്കിയിട്ടുള്ളൂ. നോക്കൂ, ഇവിടെ പ്രിന്റ് പ്രിവ്യൂ എടുത്തു. പ്രിന്റ് പ്രിവ്യൂ എടുത്തപ്പോൾ നോക്കിയാൽ ഒറ്റ റോയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ചെയ്യുക. ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഒരു റോയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചതിന് ശേഷം ലാസ്റ്റ് റോയിൽ കൊണ്ടുവച്ചതിന് ശേഷം കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്താൽ അടുത്ത റോ വരുന്നതായിരിക്കും. അടുത്ത റോ എന്ന് വെച്ചാൽ നേരെ വരുന്ന റോ കേട്ടോ. അത് നന്നായിട്ട് മനസ്സിലാക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. 1 ഡോട്ട്. നെക്സ്റ്റ്
എന്താ പ്രവൃത്തിയുടെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. KIU ഹൈഫൺ മെയിൻ ക്യാമ്പസ്. ഇതാണ് മെയിൻ ക്യാമ്പസ്. വെള്ളാനിക്കരയിലെ കോളേജ് ഓഫ് ഫോറസ്ട്രിയിലെ. കട ഇങ്ങനത്തെയൊക്കെ വാക്കുകളാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്യണം കേട്ടോ. അല്ലാതെയൊന്നും നമുക്കിത് പാസ്സാവാൻ പറ്റുന്നില്ല. അപ്പോൾ ലൈബ്രറി ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ബിൽഡിങ്ങിൽ എന്ത് കൊടുക്കണം? കമ്പ്യൂട്ടർ റൂമിൻ്റെ നിർമ്മാണം. എന്ത് ചെയ്യണം? പുനർദർഗാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ കൊടുത്തിട്ട് പുനർ ദർഗാസ് കണ്ടോ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അടുത്ത സെല്ലിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ടാബിക്ക് പ്രസ് ചെയ്യുക. ഇത് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ല. കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുന്നത് പോലെ എന്തൊക്കെ എറർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 628 ടാബിക്ക് പ്രസ് ചെയ്യുക. 4750 ടാബിക്ക് 3 മാസം. കണ്ടോ, ഇതേപോലെ ടൈപ്പ് ചെയ്തിടുക. ലാസ്റ്റ് സെറ്റ് ചെയ്യുക. ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് കഴിയും. ഓക്കെ, ഇനി ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോയി. വീണ്ടും ടാബ് കീ പ്രസ് ചെയ്താൽ ഒരു റോ ആയിട്ട് വരും. കണ്ടോ, അടുത്ത റോയിലേക്ക് വന്നു. ഇങ്ങനെയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എത്ര റോയുണ്ട് എത്ര കോളം ഉണ്ടെന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, 2. ഇനി രണ്ടാമത്തെയാണ് കെ കൊടുക്കുക. KAU ഹൈഫൺ മെയിൻ ക്യാമ്പസ്. അടുത്ത പേജിലേക്ക് പോയിട്ടോ, അത് കുഴപ്പമില്ല. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വെള്ളാനിക്കരയിൽ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പുനർദർഗാസ് എന്ന ബ്രാക്കറ്റിലുണ്ട്. അത് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ. ഇതിപ്പോൾ 87,500 എന്ത് ചെയ്യണം? 28,500 4 മാസം ജസ്റ്റ് 1,500 ആണ്. അടുത്തത് 4,500 എന്നാണ് എമൗണ്ട് വരുന്നത്. ഇനി അടുത്തത് നീ ടാബിക്ക് പ്രസ് ചെയ്ത് വീണ്ടും ടാബിക്ക് പ്രസ് ചെയ്താൽ ഒരു റോയും കൂടി വന്നു. 3 ഡോട്ട് വെള്ളാനിക്കര ഫാർമേഴ്സ് ഹോസ്റ്റലിൻ്റെ വൈദ്യുതീകരണം. എന്താണ്? വൈദ്യുതീകരണം. കണ്ടാ, ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. 1, T, കൊടുത്തു. ഒരു 50,000 കൊടുത്തു. ഒരു 50,000. ഇവിടെ 3 മാസം. ഇനി എന്ത് ചെയ്യണം? ഒരു 4,500 കൊടുത്തു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇതിപ്പോൾ ഞാൻ സൂമിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സൂം ഒന്ന് കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നോക്കിയേ, ഇതേപോലെ വരും. കണ്ടോ, അടങ്കൽ എന്നുള്ളത് ഇവിടെ കറക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടർ നമ്മൾ സെറ്റൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈപ്പ് ചെയ്തിട്ട് വേഗം തന്നെ ചെയ്യുക. പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl E കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. മൗസ് കൊണ്ട് ചെയ്യാൻ നിൽക്കണ്ട. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫിസിക്കൽ പ്ലാന്റ് ഡയറക്ടർ കാര്യാലയം എന്നുള്ളത് സെൻറ്ററാക്കി Ctrl E കൊടുത്തു. Ctrl B കൊടുത്തു. Ctrl B എന്ന് പറയുന്നത് ഫസ്റ്റത്തെ മാത്രം Ctrl B ഉള്ളൂ കേട്ടോ. Ctrl B ഫസ്റ്റത്തെ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി നമുക്ക് സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹോമിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. ഷിഫ്റ്റ് Ctrl ഗ്രേറ്റർ ദാൻ. എന്താണ് ഗ്രേറ്റർ ദാൻ മീൻസ് അറിയാലോ? ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള ഒരു കീയുടെ തൊട്ടടുത്താണ് ഗ്രേറ്റർ ദാൻ കെടുക്കുന്നത്. ഷിഫ്റ്റ് Ctrl ഗ്രേറ്റർ ദാൻ. കണ്ടോ, ഷിഫ്റ്റ് Ctrl ഗ്രേറ്റർ ദാൻ. അപ്പോൾ അത് എത്രയിലാണെന്ന് അറിയാനായിട്ട് 20ലാണ്. കണ്ടോ, 20ലാണ് കിടക്കുന്നത്. 20ന് കുറച്ച് കുറയെങ്കിൽ ലെസ് ദാൻ. ഓക്കെ, ഇപ്പോൾ 18ലേക്ക് പോകുന്നു. ഇനി എന്ത് ചെയ്യേണ്ടത്? ഫിസിക്കൽ അടിച്ചു. ഇനി നോക്കിയേ, ഇതുപോലെ ഇത് രണ്ടും നോക്കിയാൽ ഭയങ്കര ഗ്യാപ്പാണ് അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കണം അല്ലേ? അപ്പോൾ അതിനാണ് ഇവിടെ ലൈൻ സ്പേസിങ് എടുക്കുന്നത്. ഹോം ടാബിലാണ് ലൈൻ സ്പേസിങ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 1ൽ ക്ലിക്ക് ചെയ്യുക. 1ൽ ക്ലിക്ക് ചെയ്താലും അത് കൃത്യമായിട്ട് ശരിയാവില്ല.
വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലൈൻ സ്പേസിങ്ങിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലെ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യാം. എന്താണ് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ലഘു ദർഗാസ് നമ്പർ എന്ന് പറയുന്നത് കൺട്രോൾ ഇ കൊടുക്കുക. കൺട്രോൾ ഇ കൊടുക്കുമ്പോൾ എന്താണ്, അത് സെൻറ്ററായിട്ട് വന്നു. ഇനി ഇതിന് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ യു കൊടുക്കുക. കൺട്രോൾ യു എന്താണ്, അണ്ടർലൈൻ ആണ്. കൺട്രോൾ ബി എന്താണ്, ബോൾഡ് ആക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എഴുതി വെക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുക്കുക. എന്താണ് ജെ, റൈറ്റ് അലൈൻ കറക്റ്റ് ആക്കാൻ. എന്താണ്, റൈറ്റ് അലൈൻ കറക്റ്റ് ആക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ലൈൻ സ്പേസിങ്, ഇതിൻ്റെയും ഈ പാരഗ്രാഫിൻ്റെയും ലൈൻ സ്പേസിങ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, 1ൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, അടുത്തത് സെറ്റിങ്സ് വരുന്നത് ടേബിളാണ്. കണ്ടോ, ഇതുപോലെ ടേബിളാണ് മൊത്തം. ഇതുപോലെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ശേഷം 16 ആണ് കേട്ടോ സൈസ്. 16 ഒന്നും വേണ്ട, എന്ത് കൊടുക്കണം, ഒരു 12 സൈസിലൊക്കെ കൊടുത്താൽ മതി. എന്താണ് 12 സൈസിൽ. കണ്ടോ, ഇങ്ങനെ വരും. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഈ പ്രവൃത്തിയുടെ പേര് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഏതാണ് കുറച്ച് വലുതായിട്ട് കൊടുക്കേണ്ടത്. ക്രമ നമ്പർ എപ്പോഴും കൊടുക്കേണ്ടത് ചെറിയതായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് കണ്ടോ, ഈ ഒരു ടോപ്പിൽ റൂളറിൻ്റെ ഭാഗത്തായിട്ട് മൂവ് ദ ടേബിൾ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം മൂവ് ദ ടേബിൾ കണ്ടോ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ക്രമ നമ്പർ കുറഞ്ഞു. ഇനി പ്രവൃത്തിയുടെ പേര് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, ഇവിടെ വെച്ചിട്ട് കണ്ടോ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇത് എങ്ങനെ അങ്ങ് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, അപ്പോൾ എന്ത് വന്നു നോക്കൂ, ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു കണ്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് വന്നു, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, അത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത് ചെയ്യണം, അടുത്തതൊക്കെ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് ഈ സെല്ലുകളിൽ സെൻറ്ററാക്കി ഇടാം. നമ്മൾ സെൻറ്ററാക്കുക മീൻസ് ഇതൊന്നും സെൻറ്ററാക്കേണ്ട കാര്യമില്ല, ഈ ടൈപ്പ് ചെയ്തൊന്നും സെൻറ്ററാക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ച് എഴുതിയിട്ടുള്ള കുറച്ചും കൂടി കൂടിയ ലെറ്റേഴ്സാണ്. ചെറിയ ലെറ്റർ ആണെങ്കിൽ സെൻറ്ററാക്കിക്കോളൂ, കുഴപ്പമില്ല. ഇത് അക്കങ്ങളായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം, സെൻറ്റർ കൊടുക്കുക. സെൻറ്റർ കൊടുക്കാൻ എന്താണ്, കൺട്രോൾ ഇ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരാം. കണ്ടോ, ഓരോ റൂളറിൻ്റെയും ഓരോ കോളത്തിൻ്റെയും നേരെ തന്നെ മുകളിലേക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണും മൂവ് ദ ടേബിൾ കോളം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മൂവ് ദ ടേബിൾ കോളം കണ്ടോ, സെലക്ട് ചെയ്യും, ഇതുപോലെ സെലക്ട് ചെയ്യും. മനസ്സിലായോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കോളം വേണ്ട കേട്ടോ. ഇത് ഞാൻ എന്താ ചെയ്യണേ, ഡിലീറ്റ് ചെയ്യണേ. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് പ്രസ് ചെയ്തു. കണ്ടോ, ഇത്രയ്ക്കും മനസ്സിലായോ. പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ. എന്താ കഴിഞ്ഞത്, കാരണം പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റി. എന്ത്, മലയാളം ചെയ്യാനായിട്ട് പറ്റിയെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേഗം ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പോൾ ദർഗാസ്, ഇനി അടുത്തത് കേട്ടോ, അടുത്ത പോയിന്റ് കൂടി പറയാം. ദർഗാസുകൾക്ക് നിരത ദ്രവ്യമായി ദേശീയ സമ്പാദ്യ പദ്ധതി എന്നാണ് പദ്ധതി സർട്ടിഫിക്കറ്റ് ഇന്ദിരാ വികാസ് പത്രം എന്നിവ ഇങ്ങനെ പറഞ്ഞ് ടൈപ്പ് ചെയ്യണ്ട, എന്നാലത് കഴിയുള്ളൂ. സ്വീകരിക്കുന്നതല്ല, ഏക്രസിയോട് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തത് PWD ആണ് അല്ലേ. PWD P.W കണ്ടോ, PWUD കണ്ടോ. ഇനി സ്ലാഷ് ഇടണമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ട് വേണം സ്ലാഷ് ഇടാനായിട്ട്. അതിനുശേഷം വീണ്ടും ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക. ഇറിഗേഷനിൽ രജിസ്റ്റർ ചെയ്ത കരാറുകൾ ആയിരിക്കേണ്ടതാണ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. പ്രാഥമിക ഉടമ്പടി 100 രൂപയുടെ മുദ്രപത്രത്തിൽ നൽകണം. ഇത്രയും കഴിഞ്ഞല്ലോ. ഇതൊക്കെ എത്ര സൈസ്, 13 12 കേട്ടോ. 12 മതി, അല്ലെങ്കിൽ 13. ഓക്കെ, 13.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? അതിൻ്റെ സ്പേസ്, ലൈൻ സ്പേസിങ് കുറയ്ക്കാനായിട്ട് എന്ത് വേണം? 1 ഇടുക. നെക്സ്റ്റ് എന്ന് റിമൂവ് കൊടുക്കുക. 1 ഇട്ടതിന് ശേഷം റിമൂവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്യാപ്പ് കൊടുത്തോളൂ. അത്രയും കൂടി ഭംഗി വരണമെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്തോളൂ കേട്ടോ. ഇതുപോലെ ഗ്യാപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്താണ് ബുള്ളറ്റ്സ് കണ്ടോ? ഇവിടെ ഈ 1 2 3 എന്നൊക്കെ കൊടുക്കുന്നതിന് തൊട്ടിപ്പുറത്ത് ഒരു ബുള്ളറ്റ്സ് ഉണ്ട്, അത് കൊടുക്കുക. കണ്ടോ? ബുള്ളറ്റ്സ് വന്നപ്പോൾ നല്ല ഭംഗിയായി അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വേറൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടേക്കാണോ ഇംഗ്ലീഷ് ഉള്ളത്, എന്നാൽ എവിടേക്കാണോ ഇംഗ്ലീഷ് ഉള്ളത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഈ ഭാഗത്ത് നമ്മുടെ ഈ ഒരു സെൻറ്ററായിട്ട് ഇംഗ്ലീഷ് വരണമെന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഈ ഒരു ഫോണ്ട് സ്റ്റൈലിൻ്റെ അവിടെ ടൈംസ് TI എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഫോൺ കൊടുത്തിട്ട് സെമിക്കോളം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഇതിൻ്റെ നമ്പർ കൊടുക്കുക. വെബ്സൈറ്റ് കൊടുക്കുക. വെബ്സൈറ്റ് കൊടുത്തിട്ട് എന്ത് കൊടുക്കണം? www.kau.education. അടുത്തത് ഇമെയിൽ കൊടുത്തതിന് ശേഷം DPP @ KAU.in കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് എഴുതാം. ഇത് എഴുതിയതിന് ശേഷം സെൻറ്റർ ആക്കുക. സെൻറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? Ctrl E കൊടുക്കുക. ഇത്രയ്ക്ക് മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കിടക്കുന്നത്, ഇതൊക്കെ 16 സൈസാണ്. നമുക്ക് 16 ഒന്നും വേണ്ട. എത്രയാണ് വേണ്ടത്? ചെറിയ സൈസ് മതി. ഒരു 13 14 ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ആയിട്ടുള്ളത് ഈ 3 14 സൈസിൽ നമുക്ക് ചെയ്താൽ മതി. 14. അപ്പോൾ ഇത്രയും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതേപോലെ കണ്ടോ, ഇതേപോലെ ഈ ടൈപ്പ് ചെയ്തതും കൂടി നമുക്ക് എന്ത് കൊടുക്കാം? 14 ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഒരു 14 കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നതാണ്. 14 13 കൊടുത്താൽ മതി. പിന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരു പേപ്പറിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഒരു 13 സൈസ് കൊടുത്താലും നല്ല ഭംഗിയിൽ കിട്ടുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? തൊട്ടടിയിലേക്ക് വരിക. ഇതെല്ലാതും കഴിഞ്ഞതിന് ശേഷം തൊട്ടടിയിലേക്ക് വരിക കേട്ടോ. ഇനി കുറച്ച് ഗ്യാപ്പൊക്കെ വേണം. ഇത്തിരി ഭംഗി വേണം അതിനല്ലേ. ഭംഗി കിട്ടാനായിട്ട് ഇവിടെ വെച്ചതിന് ശേഷം എന്ത് കൊടുത്തു? എൻ്റർ കൊടുത്തു കേട്ടോ. ഒരു എൻ്റർ കൊടുത്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു? കുറച്ച് ഗ്യാപ്പ് ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഇവിടെ ഈ ക്ഷണിച്ചു കൊള്ളുന്നു എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? ഒന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായി. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ടേബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ടൈറ്റിൽ കണ്ടോ, സെലക്ട് ചെയ്തിട്ട് Ctrl B കൊടുക്കുക. B എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡ് എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് വരിക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ബോൾഡ് കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു കോർണറിൽ പിടിച്ചിട്ട് ഇവിടെ കണ്ടത് ഈ ഭാഗത്ത് കണ്ടോ ഒരു ഇതൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും അടിയിലായിട്ട് ഈ കോർണറിലേക്ക് വരിക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ വെച്ചതിന് ശേഷം 2 ഏരോ വരും അല്ലേ. 2 ഏരോ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് നോക്കി കണ്ടോ, ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗിയായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടി. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കുക. ടൈറ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl E കൊടുക്കുക. ഈ എന്തിനാണ്? സെൻറ്ററാക്കി വരിക അല്ലേ. സെൻറ്ററിൽ വരാനാണ് E കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു സെല്ലിൽ സെൻറ്ററിലായിട്ട് വന്നിട്ടുള്ളൂ. സെല്ലിൻ്റെ സെൻറ്ററായിട്ട് ഇത് വന്നിട്ടില്ല. എന്ത് ചെയ്യണം? സെല്ലിൻ്റെ സെൻറ്ററായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിട്ട് ശേഷം എന്ത് കൊടുക്കണം? ഈ ഒരു സെലക്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് അവിടെ കൊണ്ടുവയ്ക്കുക. എവിടെ? ഈ ഭാഗത്തായിട്ട് കേട്ടോ. മൗസ് പോയിന്റ് കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സെൽ അലൈൻമെൻറ്റ് എടുത്തിട്ട് എന്ത് കൊടുക്കണം? ഇവിടെ ഇതിൻ്റെ സെൻറ്റർ വെറുതെ ഈ ഭാഗത്ത് സെൻറ്റർ കേട്ടോ, സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയേ, സെൻറ്ററായിട്ട് വന്നു കണ്ടോ. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഈ ഒരു സെലക്ഷൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സെൽ അലൈൻമെൻറ്റ് എടുത്തിട്ട് അതിന് നേരെ കൊണ്ടുവന്നതിന് ശേഷം സെൻറ്റർ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയ്ക്ക് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ ഓഫീസ് ബട്ടൺ എടുത്തിട്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് നോക്കണം. ഇത്ര ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്രിൻ്റ് പ്രിവ്യൂ എടുത്തതിന് ശേഷം ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ ചെയ്യുക. എന്താണ്? ക്ലോസ് പ്രിൻ്റ് പ്രിവ്യൂ ചെയ്യുക. നെക്സ്റ്റ് അടുത്തത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ഷേപ്സ് ആണുള്ളത്. രണ്ട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ചും കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഫുള്ളായിട്ട് ഒരു പേപ്പറിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടാനായിട്ട് 1.15 1.5 കൊടുത്തു. അപ്പോൾ ഇതിനും കൂടി നല്ലൊരു ഡിസ്റ്റൻസിൽ കിട്ടി കണ്ടോ. ഇതിങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇത് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കണം. വീണ്ടും 1.15 കൊടുക്കുക, അല്ലെങ്കിൽ 1.5 കൊടുക്കുക കണ്ടോ. ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ, നല്ല വൃത്തിയായിട്ട് കിട്ടും.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്തോ, 1.15 ഇട്ട് കൊടുത്തോ. കുറച്ചും കൂടി ഞാൻ ഈ ടേബിൾ ഒന്ന് കുറച്ചും കൂടി വലുതാക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ഭംഗി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞല്ലോ ടേബിളിൻ്റെ സെൻറ്റർ, അതാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കിടന്നാൽ മതി, കുഴപ്പമില്ല. ഈ ഒരു നമ്മൾ എന്താ പറയുക, എമൗണ്ട് ഒക്കെ ടൈപ്പ് ചെയ്തിട്ടില്ലേ ഇവിടെ ഈ ഭാഗത്ത് മൊത്തം സെലക്ട് ചെയ്തിട്ട് കണ്ടോ, സെലക്ട് ചെയ്തിട്ട് സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഭംഗി കിട്ടും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്തില്ലേ, അതിനുശേഷം സെൽ അലൈൻമെൻറ്റ് എടുത്തിട്ട് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഓരോ സെല്ലിൻ്റെയും സെൻറ്ററായിട്ട് കണ്ടോ ഇതുപോലെ വന്നു. കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരോനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻസെർട്ട് എടുത്തിട്ട് ഷേപ്സ് എടുക്കാം. അതറിയാലോ ഷേപ്സ്. അപ്പോൾ ഷേപ്സിൽ കുറേ പെട്ടികളുണ്ട്, അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്സ് എടുത്തിട്ട് വരയ്ക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം വേറൊന്നല്ല, നേരെ പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇൻസെർട്ട് എടുക്കുക, ഷേപ്സ് എടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല, നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്നുള്ള പെട്ടി ഉണ്ടോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പെട്ടി എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, പരമാവധി ഇതിലുള്ള പെട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിലുണ്ടാകും, അവർ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിലുള്ളത് പോലെ തന്നെയാണ് തരിക. ഓക്കെ, വരയ്ക്കുക. നെക്സ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് അല്ലേ, എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ, കഴ്സർ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഷേപ്സ് ടൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ആഡ് കൊടുക്കുക. ഓക്കെ, ആഡ് കൊടുത്തിട്ട് PWD എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്ത് കൊടുക്കണം, ഉടമ്പടി എന്നുള്ളത് കുറച്ച് ഭാഗം ഞാൻ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇവിടെ വെച്ചിട്ട് പേസ്റ്റ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഫോർമാറ്റ് ഒന്നും മാറ്റാൻ പോണ്ട. ഇവിടെ കളഞ്ഞതിന് ശേഷം PWD അല്ലേ, PWU.UD. ഓക്കെ, ഇതിനെ സെൻറ്റർ ആക്കുക. Ctrl-E കൊടുക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഷേപ്സ് വരുത്തുക. ഷേപ്സ് എടുക്കുക. എന്ത് കൊടുക്കണം, ഇതുപോലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള ബോക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഇവിടെയും ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വേറെ ബോക്സ് എടുത്തിട്ട് വരച്ചോളൂ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെയ്യാം. അതുപോലെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ ഡെലിറ്റ് ചെയ്ത് കളയാം. വേറൊരു ബോക്സും കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ എന്ത് കൊടുക്കണം, ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലും നമുക്ക് എന്താണ് മലയാളം വരണമെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. Ctrl-C കൊടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം Ctrl-V അടിക്കുക. ഓക്കെ, Ctrl-E കൊടുത്താൽ സെൻറ്റർ ആയിട്ട് വരും. ക്ലിയർ? ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഈ ഭാഗത്താണ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തും കൂടി ഈ ഒരു പാരഗ്രാഫിലും കൂടി കുറച്ച് ഭാഗം ഇംഗ്ലീഷ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. എവിടെയാണോ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, ഒരു മിനിറ്റ്, ഇവിടുന്ന് ഇത് ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷ് കുറേ സ്ഥലത്ത് ടൈപ്പ് ചെയ്യാനെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ മാത്രം എന്ത് ചെയ്യുക, കുറച്ച് ഭാഗം സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, എവിടെയാണോ ഇംഗ്ലീഷ് വരേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് Ctrl-V കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് കിട്ടിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇംഗ്ലീഷ് മലയാളം കൂടുതലായിട്ട് വരുന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു സെൻറ്റൻസിൽ ഇംഗ്ലീഷ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഭാഗം സെലക്ട് ചെയ്ത് കോപ്പി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സെൻറ്റൻസിൻ്റെ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം Ctrl-V കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് അവിടെ വന്നു. ഇനി അത് ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ടൈപ്പ് ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം ആദ്യം ചെയ്തതിന് ശേഷം, സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഇംഗ്ലീഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ആയാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കണം, ഓഫീസ് ബട്ടൺ എടുത്തിട്ട് പ്രിൻറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത്
നന്നായിട്ട് പഠിക്കണം. 20 മിനിറ്റേ ആകെയുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള 5 മിനിറ്റ് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക നോക്കാം. ഓക്കെ.